ഹലോ, അസ്സലാമു അലൈക്കും. ഇതൊക്കെ എല്ലാവരും വർത്താനം സുഖമല്ലേ? നമുക്കിവിടെ സുഖമാണ് കേട്ടോ, അൽഹംദുലില്ലാ. അപ്പം മഴക്കാലമൊക്കെ ആയില്ലേ, നമുക്ക് വെള്ളമില്ല. അതാണ് ഇപ്പം ഇന്നത്തെ ഒരു വല്ലാത്തൊരു സംഭവം. അപ്പം നമ്മളവിടെ പൈപ്പ് തുറന്ന് വെച്ചുകാണ്ടേ അടുത്ത പെരയുന്നേ കുടിവെള്ളം എടുക്കാനേ പൈപ്പ് തുറന്ന് വെച്ചപ്പോൾ കുറേശ്ശെ വെള്ളം വരുള്ളൂ. അപ്പോൾ ആ കുറേ നേരം കുട നിറഞ്ഞിട്ടാണ്. ഇതൊക്കെ നോക്കാൻ നിങ്ങൾ ഈ സീറ്റ് ഒന്നായിട്ട് മയത്ത് ഇങ്ങോട്ട് പാറിക്കാണ്ട് ഇവിടെ കിടക്കിയിരുന്നു പാറി കോഴിക്കളൊക്കെ ആകെ പുറത്ത് ആടി പേടിച്ച്. ഇതൊക്കെ ഇപ്പോൾ ഞാൻ രാവിലെ അങ്ങോട്ട് വെച്ച് കൊടുത്തതാണ് കേട്ടോ. ഒന്നായിട്ട് നനഞ്ഞിങ്ങോട്ട് ചീഞ്ഞേക്കണ്. പിന്നെ നമ്മളെ തായേരൻ്റെ അവസ്ഥ നിൻ്റെ മോനെ ഒത്തിട്ട് പൂട്ടിയിരിക്കുകയാണ്. തായേര നിറച്ച് വെള്ളമാണ്. അപ്പോൾ മഴ അങ്ങോട്ട് ഒന്നിങ്ങോട്ട് പിന്നെ കുറഞ്ഞപ്പോൾ അങ്ങോട്ട് പുറത്തിറങ്ങിയതാണ്. കാരണം ഓന് പുറത്തിറങ്ങിയാലേ തായേരിയിൽ നിന്ന് ഒന്നായിട്ട് വികല ആ പരീക്കേക്കാരൻ പോലെ ഒന്നായിട്ട് അച്ചൽക്ക് വെള്ളമാണ്. ഒരു പൈപ്പറൊക്കെ ഉണ്ടെങ്കിൽ ആണ്ട് വടിച്ചിട്ട് എടുത്താൽ മതിയല്ലേ. അതില്ല, തുടച്ചെടുത്ത് എത്ര തുടക്കൽ തന്നെ പണി. അപ്പം എൻ്റെ മോള് പറയും പിന്നെ ഇത് കണ്ടപ്പോൾ ഓളെ ചുരിദാറുകളും ഓളെ എല്ലാ സാധനങ്ങളും തുടപ്പാക്കിയിരിക്കണേ. അപ്പോൾ പറയുമ്പോൾ ഇതൊക്കെ എനിക്ക് ആവശ്യമുള്ളതല്ലേ, ഇതൊക്കെ നിങ്ങൾ തുടക്കാടുത്തൊക്കെയാണ്. മഴക്കാലമായാൽ നമുക്ക് നമ്മളെ കോട്ടൺ മാക്സി ആയാലും ചുരിദാറായാലും ഏതായാലും നമുക്ക് തേയിലല്ലേ തുടച്ചെടുക്കുക. ഒരു തുള്ളിയാണ് വെള്ളം, ഒരു തുള്ളിയല്ല നമുക്ക് ചീത്തല ഉണ്ടോ, ഒന്നായിട്ട് ചീത്തല. നമ്മൾ തായാലങ്ങൾ കാണണം, അമ്മ ഈ ചീത്തലയാണ്. അപ്പോൾ അതൊക്കെ നന്നാക്കി എടുക്കാൻ വേണ്ടിയിട്ട് മഴ ചെറുതായിട്ടും ചോർന്നപ്പോൾ ഞാൻ പുറത്തൊക്കെ ഇറങ്ങിയതാണ്. അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ തായാരൻ്റെ അവസ്ഥ ഞാൻ അപ്പോൾ അവനോട് പറയാം, അതിൽ തുറന്നിട്ട് തന്നെ ചെയ്യുന്നു, നിറച്ച് വെള്ളമാണ്. അപ്പം ഇങ്ങോട്ട് ഇറങ്ങല്ല കേട്ടോ, ഇറങ്ങണ വൈക്കിക്കാണ് ഇങ്ങനെ ഒരൊറ്റ പോക്കേക്കാരാണ് പോകൽ. പേടിച്ചിട്ട് ഇറങ്ങിയിട്ടില്ല. അത് രാവിലെ 2 തല്ല് കഴിഞ്ഞതാണ്. നമുക്കായിട്ട് കുടിവെള്ളം എടുക്കാൻ വേണ്ടി ഒരു പൈപ്പ് ഒരു സെറ്റാക്കി തന്നതാണ്. അവിടെ വീട് പൊളിച്ചാണ്, അത്രയും നല്ലൊരു അയൽവാസിയാണ്. ഈ തായേരെ തുടച്ചെടുക്കാൻ പറ്റില്ല. ഇനി മഴ ജളമല്ലേ വിചാരിച്ചാണ് ഇപ്പോൾ നമ്മൾ തുടക്കാഞ്ഞാൽ പറ്റൂല. കുട്ടിയും പുറത്തിറങ്ങുമ്പോഴേ തലടിച്ച് വീണിട്ടുണ്ടെങ്കിൽ ഇനി മഴക്കാലമായാൽ ഒടിച്ചിലും മുറിച്ചിലൊക്കെ കഴിക്കാറ് പേടിച്ചിട്ട് വേഗം തുടച്ചെടുക്കുകയാണ്. ഇങ്ങോട്ട് ഇറങ്ങല്ലിട്ട് ഞാൻ ഈ വരമ്പ് ഇങ്ങോട്ട് നിർത്തിയിട്ടാലേ ഇത് കെട്ടിയിട്ടാണ് ഇവിടെ. ഇതുകൊണ്ട് നിർത്തിയിട്ടാലേ കാറ്റൊക്കെ ഉണ്ടാകുമ്പോൾ വല്ലാതെ ഇങ്ങോട്ട് ചീത്തല വരില്ല. മഴക്കാലം പിന്നെ വേനൽക്കാലം അവിടെ കെട്ടിയിടും ചെയ്യും, മഴക്കാലം ആകുമ്പോൾ അങ്ങോട്ട് തൂക്കിയിടും ചെയ്യും കേട്ടോ. ഇനിയിപ്പോൾ അത് തൂക്കിയിടാണ്ട് വൈപ്പറുണ്ടെങ്കിൽ നല്ല മട്ടയാണ്, മടിച്ചിനെടുത്താലും ഉണങ്ങി കിട്ടും. ഇതിപ്പോൾ നമ്മളെങ്ങനെ കോട്ടൻ്റെ സീല് കൊണ്ട് തോത്തിയെടുത്താലും ഉണങ്ങാൻ പണി തന്നെയാണ്. ആ ചെറിയ ഇതിട്ട ഞാൻ അടുക്കളയിലത്തെ ആ ചോപ്പ് ആ അടുക്കളയിലത്തെ ആ വൈപ്പറെടുത്താ അടിച്ചണത്. ഈ ചേറ്റിയമ്പളിമേൽ വെള്ളം ഒന്നും പോയി കിട്ടാൻ കസാലിയിലൊക്കെ വെള്ളമാണ്. ഞാൻ ഇവിടെ ഒന്നും ഇരിക്കാൻ പറ്റില്ല. മോന് കിട്ടിയിട്ടില്ല. ഇങ്ങോട്ട് ഇറങ്ങണ്ട, മാട്ടി അവിടെ നിന്നാൽ മതി. ഇങ്ങോട്ട് ഇറങ്ങണ്ട. ആ അവിടെ പോയിക്കോളി. തന്നെ കേട്ടാ. കവറൊക്കെ തലയിൽ കെട്ടിക്കാണ്ടേ രാവിലെ നീച്ച് കാണാൻ കോഴിക്കൂട് എന്നാക്കിയിരുന്നു. പിന്നെ ആ കവറ് കഴിച്ചിട്ടില്ല. ഇപ്പം അതിൻ്റെ അടി കൂടി മഴ പെയ്താലോ വെച്ചിട്ട് കവറ് കഴിച്ചിട്ടില്ല. കുറച്ചും കൂടി ഉണ്ട് പുറത്ത് ഓരോരോ പണികളൊക്കെ. വെള്ളമില്ല, അതാണ് ഇപ്പോൾ വലിയ ഗതികേട്. പ്രശ്നേ ഈ മഴക്കാലത്ത് എത്ര വെള്ളമില്ല. പോയി വെള്ളം നിറഞ്ഞിട്ടാ മോട്ടർ കേടുന്നോക്കൂലേ. അത് ലത്തീഫാക്കാക്കൊന്ന് വിളിച്ചു നോക്കിയിട്ട് ഞങ്ങൾ വല്ലാത്തൊരു ഗതികേടുണ്ട് വെള്ളം ചീറ്റ്. എത്ര ആയാലും ഏത് മഴക്കാലം വെച്ചാലും ബക്കറ്റിലും വേറെയിലൊക്കെ നമ്മൾ എടുത്ത് വെച്ചാലും നമുക്ക് ഈ ബാത്റൂമിക്കൊക്കെ പോകാനും ഒക്കെ ബക്കറ്റിൽ കൊണ്ടുപോയി പാറിനൊരു കണക്കില്ലേ. അപ്പോൾ നമുക്ക് പൈപ്പ് വെച്ച് കാണാൻ അങ്ങനെ ചേലായിട്ടേ പിന്നെ ഈ മയത്ത് ഇങ്ങനെ പുറത്തിറങ്ങി പോകും വേണ്ട ഓരോ ബക്കറ്റ് വെള്ളം എടുക്കാൻ. അതും ഗതികേട് തന്നെയല്ലേ. അല്ല അപ്പോൾ ബാത്റൂമിൽ പോകാനൊക്കെ നമ്മൾ ഇറത്ത് വെള്ളം വെച്ച് കൊടുത്താൽ ബക്കറ്റ് വെച്ച് കൊടുത്താൽ മതി. അതിന് ഈ മയത്ത് നമുക്ക് ഇറങ്ങണ്ടേ.
മഴ ഉണ്ടെക്കാണ്ട് പോകണ്ടേ. ഈ വേനലായിട്ടും കൂടി ഇത്ര ബുദ്ധിമുട്ട് വന്നിട്ടില്ല കേട്ടോ. മഴക്കാലമായപ്പോഴാണ് ബുദ്ധിമുട്ട് വന്നത്. എൻ്റെ മോനെ പേടിച്ചിട്ട് രാവിലെ തന്നെ ഇതിന് നിൽക്കണത്. അപ്പോൾ അടുക്കളയിൽ ഞാനേ ചായയുടെ കഴിഞ്ഞ് കാണാൻ ഇങ്ങനെ തുടക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് ഇപ്പുറത്തേക്കാണ് പോന്നപ്പോഴേ എൻ്റെ അമ്മ എത്താ നിങ്ങൾ കാട്ടിയിട്ടുണ്ട് അറിഞ്ഞിട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു റബ്ബ് എത്താപ്പത് എത്തപ്പോൾ പുറത്തേക്ക് പോയതാണ് ഓള് പല്ലേക്കാൻ. അപ്പോൾ എത്താപ്പം ഈ പറയേണ്ട റബ്ബേ, ഞാൻ വേജാറാകുകയാണ്. ഈ തണുപ്പിലെത്തിയെങ്കിലും വന്നു കൂടിയിക്കണ അതേ സാധനം ഉണ്ടോ അതിൽ ഞാൻ അടുക്കളയിലേക്കാണ് ചെന്ന് നോക്കിയപ്പോൾ ഞാനും അവളെ ചുരിദാറാണ് അടുക്കളയിൽ നന്നായിട്ടാണ് വിരിച്ചിട്ടേക്കണം. മനുഷ്യന് നടക്കണ്ടേ അകത്ത് വെള്ളമല്ലേ ശീതല കൊണ്ട് കിട്ടേ. അപ്പം നിങ്ങൾക്ക് വേറെ ഒത്തും കിട്ടിയില്ലേ, ഇതേ കിട്ടിയിട്ടുള്ളൂ. ഞാൻ പറഞ്ഞു എൻ്റെ മാക്സിയൊക്കെ കഴിഞ്ഞോക്കണു. പിന്നെ എനിക്കത്തെ അത്ര സങ്കടം പറഞ്ഞപ്പോഴേ എന്താ പിന്നെ എന്നാണ് മാങ്ങിയാൽ പോരെന്നാ അങ്ങനത്തെ അങ്ങനെ ആശ്വാസപ്പെടുത്തിയിരിക്കുകയാണ്. നിങ്ങൾ മാങ്ങലൊന്നും ഉണ്ടാവില്ല, ഞങ്ങളതാണ് ഒൽബി തന്നാളിയായിരുന്നു എന്നോട്. കിട്ടിയില്ലെങ്കിൽ ഓക്കൊരു സാധനം കേട് വെച്ചിട്ടുണ്ട്. വലിയ വേദന ഉണ്ടാ. അപ്പം എൻ്റെ മോന് പിന്നെന്താ ബുക്കൊക്കെ അംഗനവാടിയിലെ ബുക്കൊക്കെ ചെയ്യുന്നതിൽ തുടങ്ങിയപ്പോഴേ ഞാൻ പറയാം ഓളത് 1ാം ക്ലാസ്സിലെ സാധനങ്ങളൊക്കെ എപ്പോഴും ഉണ്ട്. അത്രയും സൂക്ഷിക്കും. ആ രസം പറയട്ടാ, അല്ലാതെ ഒന്നും ഉണ്ടായിട്ടല്ല ഇപ്പോൾ ഇത്. എത്ര തുടച്ചാലും ഉണങ്ങൂല. ഞാൻ ആ വൈപ്പറില്ല, ഞാൻ ആ വൈപ്പറിന് ഇട്ടവരാവുക. അത് ഈ തായേറെ ഈ വയസ്സകാലം കജോളപ്പം തന്നെയല്ല അവസ്ഥ. ഇതോട് തുടച്ചാൽ ഉണങ്ങി കിട്ടാൻ പണിയാണ് ഞാൻ. ഇങ്ങോട്ട് ഇറങ്ങല്ലേ കേട്ടോ, ദയവ് വിചാരിച്ചിട്ട് ഇങ്ങോട്ട് ഇറങ്ങല്ലേ. ആ നല്ലോ എൻ്റെ കുട്ടി ഇറങ്ങൂലല്ലോ. സൂപ്പർ സ്റ്റാർ ആണ് കേട്ടോ. അതങ്ങനോ സൂപ്പർ സ്റ്റാർ. ഇതാ കാണിച്ചു കൊടുക്ക ടാറ്റ കൊടുത്താളെ. ഓ പോയി ഓൻ പോയി. മഴയത്തെത്ത ഇവിടത്തെ കെട്ടേണ്ടി വരും, അല്ലെങ്കിൽ കസാലത്തെ നമ്മുടെ നടക്കേണ്ടി വരും. കത്രി കൊടുന്ന് തരുവാ റിസോ? മാക്ക കത്രി കൊടുന്ന് തരുവാ? നല്ല കുട്ടിയല്ലേ, എനിക്കൊരു സാധനം തരണ്ടേ. അമ്മ ഈ നഞ്ഞ കാലായിട്ട് ഔത്തൊക്കെ വരണ്ട വെച്ചിട്ടാണ് ഒന്നും കൊടുന്ന നയച്ചുമ്പോത്തിനെ. ഇവിടത്തെ കെട്ടണം ഞാൻ, അല്ല ഞാൻ ചവിട്ടി ആകെ നനി. സ്വരേ കണ്ടോ നോക്കാണ്, എന്തോരം ഇരുട്ട് മൂടിയിരിക്കണട്ടോ. എപ്പോൾ പൊളിഞ്ഞാടും. നല്ല മഴ വരുന്നുണ്ട്. ഇങ്ങോട്ട് നോക്കല്ലേ ചവിട്ടിയിൽ. ഓ ഇപ്പോൾ ഒരു കർട്ടനായി. നിന്റെ മോനൂസിന് ഇവിടെയൊക്കെ തായേരിയിലൊക്കെ ഒന്ന് ഇറങ്ങിയിരിക്കാം. ഇതൊക്കെ കൊണ്ടേച്ചാ കത്രിക ഈ വൈപ്പറൊക്കെ. കയറിക്കളി രണ്ട് പിന്നെ തുടക്കം കയറിക്കളി. കയറി ഞാൻ നോട്ടെ. അങ്ങനെ മതി. ഇനി അവിടെ എത്താൻ കെട്ടാൻ ഞാൻ അവിടെ കസാല വെച്ചാൽ മതി. എന്നാൽ അങ്ങോട്ട് വല്ലാതെ ഒന്നും വരൂല. ശീതളം അങ്ങോട്ട് വരാതെക്കാനേ നമ്മളിപ്പോൾ തൽക്കാലത്തൊരു ഗിൽസാണ് ഇപ്പത്. ഇങ്ങനെ ഉണ്ടായി വന്ന് അടഞ്ഞോളും. അങ്ങോട്ട് ഔത്തൊക്കെ കൊണ്ട് വരൂലല്ലോ. ഈ വാതിൽ തുറക്കാനേ പറ്റില്ല കേട്ടോ, ഉള്ളിൽ ഒന്നായിട്ട് വെള്ളം പോവും. പടിഞ്ഞാറൻ കാറ്റാണേ, പടിഞ്ഞാറൻ കാറ്റ്. വേനൽക്കാലം നല്ല സുഖ തായേരി ഇരിക്കാൻ. കരണ്ടും പോയി മക്കളെ, വെള്ളമില്ല. മഴവെള്ളമുണ്ട്, മഴവെള്ളം എടുക്കാൻ പുറത്തിറങ്ങാൻ പറ്റ. മഴ കൊണ്ട് കരണ്ടില്ല. കുടിവെള്ളത്തിന് പോർക്ക് മോട്ടർ അടിച്ചാൽ കരണ്ടും ഇല്ല. വല്ലാത്തൊരു കുടുക്കൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ കാറ്റത്തൊക്കെ ഉണ്ട് മക്കളെ. ഇമ്മാതിരി കാറ്റും മഴയും നല്ല കാറ്റാണ്. ഇവിടേക്ക് പറഞ്ഞാൽ പ്രത്യേകിച്ചാണ് ഈ പടിഞ്ഞാറൻ കാറ്റില്ലേ, ഭയങ്കര കാറ്റ്.
എന്ത് ഷീറ്റൊക്കെ എന്ത് കെട്ടിയാലും കറുത്ത് മുറിച്ച് പാറിപ്പോകുന്നുണ്ട്. ഒരു സാധനം പറയില്ല. ടാങ്കി വരെ പാറിപ്പോയില്ല. ടാങ്കി പാറിപ്പോയിട്ട് ആകെ വേദന. കാരണം വലിയ വെള്ളമൊക്കെ ടാങ്കി ഈ കാലിന് പാറിപ്പോയി, മൂടി പാറിപ്പോയിക്കണം. അപ്പോൾ ഞാൻ മഴ പെയ്താൽ പിറ്റേന്ന് രാവിലെ തന്നെ ഞാൻ ബാക്കിന് മേലെ കയറി വെക്കലാണ്. മറ്റേ പാറിപ്പോയിക്കണം അതൊക്കെ ആയി എന്നൊക്കെ വിചാരിച്ചതാണ്. അപ്പം ഇപ്പോൾ ടാങ്കിൻ്റെ മൂടിയൊക്കെ പാറിപ്പോയിക്കണം. അപ്പോൾ ഇങ്ങോട്ട് താഴത്തേക്ക് തന്നെയാണ് ഉണക്കിട്ട്. അപ്പോൾ അതൊക്കെ രാവിലെ നീച്ചാടുന്ന ഞാൻ കൊടുത്തു വെച്ചു. അപ്പോൾ കുഞ്ഞാണ് വിശേഷിച്ചാണ്. അപ്പോൾ അതൊക്കെ വീട് വെച്ചിട്ടില്ല. അതൊക്കെ കാണിച്ചു തന്നെങ്കിലേ പറയുമ്പോൾ ആ ഭാഗമൊക്കെ കാണിക്കണമല്ല. അപ്പോൾ ഞാൻ രാവിലെ അതൊന്നും ഓർമ്മയില്ലാതെ കുറേ കാര്യങ്ങളൊക്കെ ശരിയാക്കി വെച്ചാൽ എൻ്റെ വീടിയൊക്കെ വെക്കുന്നത്. അമ്മ ഇത് കാറ്റാണ് ഇവിടെ പേടിയാണ് കാറ്റാവുമ്പോൾ. നല്ല തിരക്ക് പിടിച്ച ഓരോ പണിയാണ്. മഴയാണ്. മഴയത്ത് എത്ര പണിയെടുത്താലും കാണൂല്ലേ. നല്ല സുഖമാണ്. നല്ല സാധനങ്ങളൊക്കെ നമ്മളെ വീട്ടിൻ്റെ അകത്തൊക്കെ ഉണ്ടായാൽ എല്ലാം സുഖം. ഒഴിച്ചുണ്ടാക്കുക, കഴിക്കുക, കിടന്നുറങ്ങുക. മഴക്കാലം അതൊക്കെ രസമാണല്ലോ അല്ലേ. ഇന്നലെ ലൈവിലുണ്ടല്ലോ ഇപ്പം നിങ്ങൾ നമ്മളെ നല്ല സപ്പോർട്ട് ചെയ്യണ ആളാണ് കേട്ടോ. ഓല് പറഞ്ഞില്ലേ പെട്ടിയിറച്ചി ഉണ്ടാ പോയി നോക്കട്ടേന്ന്. മഴയത്ത് പെട്ടിയിറച്ചി ആയിട്ടും ബീഫായിട്ടും ചിക്കനായിട്ടും ഒക്കെ തിന്നാൽ എല്ലാവർക്കും പൂതി തന്നെയാണ് അല്ലേ. അത് രസമാണ്. അപ്പോൾ അധികം ഒരു പൂതിയാണ്. ആനപ്പൻ്റെ ക്ഷീണമൊക്കെ അങ്ങനെ പറയണത്. എത്ര കഴിച്ചിട്ടും എന്താ നല്ല വിശപ്പാണല്ലോ. ഫുഡ് കഴിച്ചിട്ടും ഭയങ്കര വിശപ്പാണല്ലോ. എന്താ അത് ഞാൻ ചോദിച്ചാൽ. അപ്പം ഞാൻ മഴക്കാലമായ അങ്ങനെ തന്നെ അല്ലേ. എന്ത് കഴിച്ചാലും നമുക്ക് പിന്നെയും കഴിക്കാൻ തോന്നും. വയറ് നിറഞ്ഞില്ലെങ്കിലും നമുക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ തോന്നും പറഞ്ഞു. അപ്പം എന്താ ഉള്ളത് അങ്ങോട്ട് തരണം. ഞാൻ തപ്പി തന്നെ നടക്കുകയാണ് കേട്ടോ. ഇച്ച് തപ്പിയിട്ടൊന്നും കാര്യമില്ല. അവിടെ ചോറും കഞ്ഞും ചായ ഇല്ലാത്തൊരു മുതലും ഇല്ല. ഇച്ച് തപ്പിയിട്ടൊന്നും കാര്യമില്ല എന്ന് ഞാൻ പറയാം പോളോട്. മറ്റവർ പിന്നെ അത്രണ്ട് അറിയില്ല. അങ്ങനെ ചോദിച്ചോളൂ പീടിക്ക് പോവുക എന്ന് പറയും. അങ്ങനെ ബുദ്ധിമുട്ടാകും. അപ്പം ഞാൻ ഓരോരോ പണികൾ പെട്ടെന്ന് മഴ ആയിട്ടും പുറത്തൊക്കെ മേം പോയി തുടക്കാൻ കാരണം എന്താ വെച്ചാൽ നമുക്ക് ഇന്ന് പുതിയ ഒരാൾ നമ്മളെ വീട്ടിലേക്ക് വരുന്നുണ്ട് കേട്ടോ. നമ്മളെ സബ്സ്ക്രൈബേഴ്സാണ് വരുന്നത്. ഓളെ 2 മക്കളും ഓളെ ഹസ്ബൻഡും കൂടി നമ്മളെ വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓള് വിളിച്ചണം പറയണമെന്നൊന്നും കരുതിയതല്ല. ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ നിങ്ങൾ വീട്ടിൽ ഹോസ്പിറ്റലും കാര്യമൊക്കെ പോണ ആൾക്കാരല്ലേ. പെട്ടെന്ന് പെരയിലുണ്ടാവില്ല. ഞങ്ങൾ അത്രയും ദൂരത്തുനിന്ന് വരുമ്പോൾ നിങ്ങൾ വീട്ടിലുണ്ടാവില്ലേ എന്നറിയാൻ വേണ്ടി മാത്രം ചോദിച്ചതാണ്. അല്ല നിങ്ങൾ ഫുഡും കാര്യമൊന്നും ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞതല്ല കേട്ടോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അജ് പറഞ്ഞു തന്നാൽ ഇനി ആരാണെങ്കിലും വരികയാണെങ്കിലും അങ്ങനെ പറയണം കേട്ടോ. ഉണ്ടാക്കണ്ടും തിന്നുണ്ടും കുടിച്ചുകൊണ്ടും ഒന്നുമല്ല. ഞാൻ പെരയിൽ അത്രയും ദൂരത്ത് നിങ്ങളൊക്കെ വണ്ടിയൊക്കെ വിളിച്ച് വന്നിക്കാണ്ട് ഞാൻ ഇവിടെ ഇല്ലയെന്നുണ്ടെങ്കിൽ അത് എനിക്ക് അതിനേക്കാളും വലിയ സങ്കടമാണ്. അപ്പം ഞാൻ ആരോടായാലും അങ്ങനെ പറയില്ല. ആരാണെങ്കിലും വിളിച്ചിട്ട് വന്നാൽ മതി കേട്ടോ. അപ്പോൾ ഓല് വിചാരിച്ച് നമ്മൾ വിളിച്ചിട്ട് എന്തെങ്കിലും ഇതുണ്ടാക്കാനാണോ അങ്ങനെയൊക്കെ ചിന്തിക്കും. അങ്ങനെ നിങ്ങളാരും ചിന്തിക്കണ്ട. അപ്പം ഞങ്ങളിങ്ങനെ ഹോസ്പിറ്റലും കാര്യമായിട്ട് നടക്കുന്ന ആൾക്കാരായതുകൊണ്ട് എപ്പോഴാണ് വരിയിലുണ്ടാവുക എന്നൊന്നും പറയാൻ പറ്റൂല. അതും ദൂരെ പോകണമല്ലേ. തിരിച്ചെത്തല എപ്പോഴൊന്നും പറയാം. അപ്പോൾ ഇപ്പോൾ വിളിച്ചതാണ്. അപ്പോൾ ഓള് വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എപ്പോഴാണ് വരിക എന്ന് ചോദിച്ചപ്പോൾ ഓള് പറഞ്ഞു നിങ്ങൾ ഇന്ന് ഉണ്ടാവൂലേന്ന് ചോദിച്ചു. അന്ന് ഉണ്ടാവും. ഇതുവരെ യാതൊരു ഇതൊത്തുമില്ല. അപ്പോൾ ഉണ്ടാവുമെന്ന് വിചാരിച്ചു പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ വരണ്ടേ പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് പണികളൊക്കെ കഴിച്ചാണ്. പിന്നെ വേഗം അടിച്ചലും തുടക്കലും മോറലും ഒക്കെ കഴിച്ചാൽ തിരുമ്പാനൊന്നും വെള്ളമില്ല കേട്ടോ. തിരുമ്പണമൊന്നുമില്ല. തുള്ളി വെള്ളമില്ല. കുറേ ദിവസമായി, ഒരാഴ്ച കഴിഞ്ഞ് വെള്ളം വന്നിട്ട്. അപ്പോൾ തിരുമ്പാനൊന്നും നിൽക്കണില്ല. ഇപ്പോൾ തിരുമ്പിയാൽ തന്നെ തോരടാൻ സ്ഥലവും ഇല്ലല്ലോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ നമുക്ക് കൂട്ടിയിടാനായിട്ട് പറ്റില്ല. കാരണം അത് ഉണങ്ങി കിട്ടണ്ട. വലിയ പണിയാണ് ഉണങ്ങാനൊക്കെ. അപ്പോൾ തിരുമ്പണില്ല. മറ്റുള്ള പണിയൊക്കെ അങ്ങനെ മനുഷ്യന്മാർ വന്ന് കയറുമ്പോൾ നമുക്കൊരു എന്തോ പോലെയല്ല. അപ്പോൾ അതൊക്കെ പണി കഴിച്ചാണ്. അപ്പോൾ ഓല കാത്തിരിക്കണം. അപ്പോൾ ഓല ഇൻഷാ അല്ലാഹ് കാണിക്കണ്ട കേട്ടോ. പിന്നെ ഓൽക്ക് കുഴപ്പമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ ഇന്നത്തെ വീഡിയോയിൽ ഓലുണ്ടാവില്ല. പിന്നെ നാളെ ഇൻഷാ അല്ലാഹ് ഓല് വന്നിട്ടില്ലല്ലോ. വന്നതിൻ്റെ ശേഷം ഓല മുഖമൊക്കെ മറിച്ചിട്ട് നമ്മൾ കാണിച്ചിട്ടുണ്ട് വിരുന്നേരൊക്കെ. അപ്പോൾ ആ വിവരങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അതൊക്കെ തന്നെയാണ്. അപ്പോൾ ഓല് വരുന്ന ഓരോ തിരക്കിലാണ്. അപ്പോൾ എല്ലാവരും കൂടി ഈ വരുമ്പോൾ ഭയങ്കര രസമാണല്ലോ. അത് ആരാച്ചാൽ എൻ്റെ മോളെ ഫ്രണ്ട്സുകളും കൂടിയാണ് കേട്ടോ. അതേ പരിചയമുള്ള ആൾക്കാർ തന്നെയാണ്. എത്തപ്പോൾ ഒന്ന് കൂട്ടാണ്ടാക്കാൻ ചക്കക്കുരു പൊരിച്ച്. അപ്പോൾ ചോറ് നമ്മളവിടെ തീമട്ടക്കണു. പിന്നെ മഴക്കാലം ആയതുകൊണ്ട് പുറത്തൊന്നും തിരിപ്പിച്ചാൽ വെച്ചാൽ ഭയങ്കര ഔത്ത് തന്നെ നല്ല വെള്ളം വെന്നുകാണ്ട് അടുപ്പ് കെടുകയാണ്. ചീത്തലുകൊണ്ടേ എല്ലാം ചോർന്നിട്ടൊന്നും അല്ല കേട്ടാ. അപ്പോൾ ചോറ് തീമട്ടക്കണു. അപ്പോൾ ഞാൻ ലേശം ചക്കക്കുരു എടുത്ത് വെച്ചിട്ടുണ്ട് നാൾ. അപ്പോൾ അത് ലേശം എടുത്ത് കാണും തൊലിച്ചട്ടെ. ചക്കക്കുരു ചോറും വെക്കാം. ഇങ്ങോട്ടേക്ക് വിരുന്നേർക്കല്ല കേട്ടാ ചക്കക്കുരു ചാറൊന്നും വെക്കണത്. വിരുന്നേരം ഉച്ചയ്ക്ക് ശേഷം വരുള്ളൂ. ഇങ്ങോട്ടേക്ക് മാറി കയ്യിലൊന്നുമില്ല.
അതിലൊന്നുമില്ല, ഒരു സാധനം ഇല്ലട്ടാ. നമ്മൾ കൊണ്ടുവരണട്ടാ, പീടിയിൽ നിന്ന് കൊണ്ടുവരണട്ടാ. ആ ഏട്ടാ എത്ര മടിക്ക് മാണ്ടിയതേ എത്താണ്ടിയതേ? ആ നമ്മളെ ചക്കക്കുരു എന്തായി? അന്നാ കെട്ടി വെച്ചതാണ്, എന്തായി നോക്ക്. നമ്മൾ പാത്രം എടുത്ത് കൊടുന്നാട്ടെ. അന്ന് ഈ നല്ല ചക്കക്കുരു കിട്ടിയപ്പോൾ ഞാൻ കവറിൽ വെച്ചതാണ്. കവറിൽ കെട്ടിക്കാണ് ഫ്രിഡ്ജിക്ക് വെച്ചിരുന്നു. ഫ്രിഡ്ജ് പറ്റാ ഏത് നേരം കറണ്ട് പോകില്ലല്ലേ, എത്തായി അറിയില്ല. കറണ്ട് പോയാലൊക്കെ സാധനം നാശമാവും. ഒരു കുഴപ്പമില്ല കേട്ടാ, നല്ല ചക്കക്കുരു ഇട്ടാ ഉണ്ടാക്കാണി. കുറച്ചെടുത്തേക്കാണ് നമ്മൾ കറി വെക്കട്ടെ. എത്രങ്ങാനും ആയിപ്പോൾ അത് 2 മാസം പോരായി. നിങ്ങൾ ലത്തീഫാക്കാക്ക് വിളിച്ചാ? അപ്പം മക്കളെ ഞാനൊന്ന് വിളിച്ചു നോക്കിയതാണ്. വെള്ളം ലൈൻ വെള്ളം വിടണ ആളുണ്ടല്ലോ, അയാൾക്കൊന്ന് വിളിച്ചു നോക്കിയതാണ്. ഫോൺ എടുക്കണം ചേട്ടാ, അയാളെ ഫോണിക്ക് പോണില്ല. ഇനിയിപ്പോൾ എല്ലാവരും വിളിച്ച് ബുദ്ധിമുട്ടാക്കിയിട്ട് എന്തോ അറിയില്ല. വെള്ളം കിട്ടാഞ്ഞാലേ മറ്റു 2 ദിവസം കൂടുമ്പോഴാണ് നമുക്ക് വെള്ളം വരല്. ബുദ്ധിമുട്ട് അറിഞ്ഞിട്ടില്ല ഈ കൊല്ലം. എല്ലാ കുറി അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാവലുണ്ട്, പക്ഷേ ഇപ്രാവശ്യം ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. അപ്പോൾ ഇന്നാണ് ഇപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിക്കണോ, ബുദ്ധിമുട്ടായിട്ട്. നമ്മളിപ്പോൾ ആ ടാങ്കിലുള്ള വെള്ളം ഇപ്പോൾ എത്ര ദിവസം അപ്പോൾ കഴിയാന്ന് ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണതല്ലേ. അപ്പോൾ അതാണ് കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ട് തന്നെയല്ലേ. അപ്പോൾ ഞാൻ വിളിച്ച് നോക്കിയപ്പോൾ ഫോൺ എടുക്കണില്ല, എല്ലാവരും വിളിച്ച് ബുദ്ധിമുട്ടാക്കുന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഇക്കാരം എടുക്കാത്തത്. അപ്പോൾ അയാൾക്ക് വിളിച്ച് ചോദിച്ചാൽ എന്താ വെച്ചാൽ എന്നാൽ വരിക എന്നൊക്കെ അറിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ച് വെള്ളം കൊടുന്ന് വെച്ചാൽ മതിയല്ലോ. അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ കുറേ കൊടുന്ന് വെക്കും ചെജ്ജും. ആ കൊടുന്ന് വെച്ചൊക്കെ പാത്രം ചട്ടിയും കുടിക്കൊക്കെ നിറച്ചതിന് ശേഷം ഇക്കാരം വെള്ളം അങ്ങോട്ട് വരിക. അപ്പോൾ നമുക്കൊരു സങ്കടമാണ്, ഇത്രയും ഇടങ്ങാറായിക്കാണ്ട് വെള്ളം ഒക്കെ കൊടുന്ന് വെച്ചാലുള്ള വെള്ളം വന്നത് എന്ന്. അപ്പോൾ വിളിച്ച് പറഞ്ഞാൽ ഇന്ന് വരും എന്ന് പറഞ്ഞാൽ ഇന്നൊക്കെയുള്ള വെള്ളം കുറച്ച് കൊടുന്ന് വെച്ചാൽ മതിയല്ലോ. അത് അറിയാനും വേണ്ടി വിളിച്ച് നോക്കിയതാണ്. അപ്പോൾ വിളിച്ചപ്പോൾ ഫോണിട്ട് എടുക്കണമില്ല. അപ്പോൾ മഴവെള്ളം കിട്ടുന്നതൊക്കെ ഞാൻ അങ്ങനെ എടുത്ത് വെക്കുകയാണ് കേട്ടോ. ബക്കറ്റും പാത്രത്തിലൊക്കെ അങ്ങനെ ഞാൻ എടുത്ത് വെക്കുകയാണ്. ഇപ്പോൾ ചക്കക്കൂരൊക്കെ തൊലിച്ച് കറിയും വെക്കട്ടെ. വിരുന്നേരം വരുമ്പോഴത്തിന് പണികളൊക്കെ കഴിഞ്ഞേക്കാണ്ട് തിരുമ്പി കുളിച്ചിങ്ങനെ ഇരിക്കാമല്ലോ. എന്നാലും കുറച്ച് നേരം മുണ്ടി പറഞ്ഞൊക്കെ ഇരിക്കാൻ പറ്റുള്ളൂ. കാര്യമായിട്ട് അതന്നെ കേട്ടോ. ഫോൺ വിളിച്ചാലൊക്കെ ഉണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഫോൺ വിളിച്ചും, അത് വേറെ രസം തന്നെ. അപ്പോൾ കുറച്ച് നേരം മുണ്ടി പറഞ്ഞിരിക്കാൻ ഇത് കണ്ട് പണിയൊക്കെ നേരത്തെ കഴിച്ചട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇഷ്ടപ്പെട്ട എല്ലാവരും വീഡിയോക്ക് ഒരു ലൈക്ക് കൊടുക്കുക. പുതുതായി കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ അഫ്സു വ്ലോഗ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മളെ വീഡിയോൻ്റെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.